അപ്പോൾ പറയുമ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ ഒരു സ്ഥലത്തും യുഡിഎഫിൽ എല്ലാ സ്ഥാനാർത്ഥി ഉണ്ടാവാറില്ല. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവർ ഉൾപ്പെടെ വർഷങ്ങളായി മത്സരിക്കുന്ന ജില്ല കൂടിയാണ്. ഈ പറയുന്നത് എല്ലാ പ്രാതിനിധ്യം എവിടെയാണ്? അല്ല, അത് നിങ്ങൾ എന്നോടല്ലല്ലോ ചോദിക്കേണ്ടത്. ഈ ചോദ്യം എന്നോടല്ലല്ലോ, ഞാനല്ലല്ലോ തീരുമാനിക്കുന്ന ഈ കാര്യങ്ങൾ. ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. തീരുമാനിക്കുന്ന ആളോട് നിങ്ങൾ ചോദിക്കണം. ഞാൻ പറഞ്ഞു പാർട്ടി എന്താ പറയുന്നത് അതനുസരിക്കും. അല്ലേ, എൻ്റെ ഇതിൽ വനിതകൾ ഇനിയും വേണം പാർട്ടിൻ്റെ അകത്ത്. അതെല്ലാവരും ഒരു തീരുമാനമാണ്. എനിക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ ഓപ്പണായിട്ട്, വനിതക്ക് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുക. അപ്പം എല്ലാവരും അത് പറയുന്നൊരു കാര്യം. അപ്പം അതിലൊരു എനിക്ക് തോന്നുന്നു നമുക്കാർക്കും ഒരു വേറെ ചിന്താഗതി ഇല്ല. അത് അവഗണനല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ ആദ്യം അവർ എനിക്ക് തോന്നുന്നു ഇപ്പം വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർ പണികണിക്കൊന്നുമില്ല. നിങ്ങൾക്ക് അറിയില്ലല്ലോ, പണികണിക്കണമായിരിക്കും. ദേവൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനല്ല ഇത് തീരുമാനിക്കുന്ന. പാർട്ടി എന്താ പറയുന്നത്, ഈ പാർട്ടി പറയുന്നത് ഞങ്ങൾ അനുസരിക്കും. എനിക്ക് സന്തോഷമാണ് സുധാകരൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ അല്ലല്ല, ഞാൻ ഇതുവരെ നിങ്ങൾ എൻ്റെ വായിക്കാത്ത വാക്കുകൾ ഇടരുത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. വേറൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു. എൻ്റെ വാക്കുകൾ തന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. സ്ത്രീകളുണ്ടാവും ഇപ്രാവശ്യം, യുവാക്കളുണ്ടാവുന്നു. അപ്പോൾ ഞാൻ അത് വേറൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ പാർട്ടിൻ്റെ എതിരായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടുമില്ല. എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞല്ലോ അന്ന് കഴിഞ്ഞ പ്രാവശ്യം 24 തെരഞ്ഞെടുപ്പിന് 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 50% സ്ത്രീ മുഖ്യമന്ത്രി ഉണ്ടാവണോ ഇന്ത്യയിൽ, സ്ത്രീകൾ സ്റ്റേജിൽ ഇരിക്കണം. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം. അതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിപ്പോഴത്തെ ഇവിടുത്തെ ആൾക്കാരെല്ലാം മനസ്സിലായുള്ള ഒരു കാര്യമാണ്. സ്ത്രീകൾ ഉണ്ടാവണം. സ്ത്രീകളാണ് കേരളയിൽ 51%.